സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് നീണ്ടിക്കര പാലം മുതൽ കൊല്ലം ബൈപ്പാസിലെ മങ്ങാട് കടവൂർ പാലം വരെയുള്ള കാഴ്ചകളാണ്. കൊല്ലം ബൈപ്പാസിൻ്റെ പകുതി ഭാഗം മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതുവരെ നമ്മൾ കണ്ട പോലെയല്ല, കൊല്ലം ബൈപ്പാസിൽ ശിവാലയ കമ്പനി തകർപ്പൻ പണികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നല്ല വേഗത്തിലാണ് കൊല്ലം ബൈപ്പാസിൽ പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ റീച്ചിലെ വർക്ക് ചെയ്യുന്ന ശിവാലയ കമ്പനിയാണ് കൊല്ലം ബൈപ്പാസിലെ പണികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പാലത്തിൻ്റെ പണി, ഇത് നീണ്ടകര പാലാട്ടോ, ഈ പാലത്തിൻ്റെ പണികൾ ചെയ്യുന്നത് വിശ്വസമുദ്ര കമ്പനിയാണ്. കൊല്ലം ബൈപ്പാസ് ആരംഭിക്കുന്ന ശക്തികുളങ്ങര ഭാഗം മുതലാണ് ശിവാലയ കമ്പനിയുടെ വർക്ക് ആരംഭിക്കുന്നത്. അപ്പോൾ കൊല്ലം ജില്ലയിലെ ആദ്യത്തെ ഏറ്റവും നീളം കൂടിയിട്ടുള്ളൊരു പാലമായിരുന്നു നീണ്ടകര പാലം. പക്ഷെ ഇപ്പം അതല്ല കേട്ടോ, ഇപ്പം അതൊക്കെ മാറിയിട്ടുണ്ട്. കരുനാഗപ്പള്ളി കഴിഞ്ഞ് ഒരുപാട് ദൂരം മുന്നോട്ട് സഞ്ചരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് എത്തിയിട്ടുള്ളത്. അതിനിടയിലുള്ള കാഴ്ചകളൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ ആദ്യമായിട്ട് നമ്മളെ ചാനലിൽ വീഡിയോ കാണുന്ന ആൾക്കാരെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്താണ്ട് തുടങ്ങിക്കോളി. അപ്പം നീണ്ടിക്കര ഭാഗത്ത് നിലവിലുള്ള പാലത്തിൻ്റെ രണ്ട് സൈഡിലും പുതിയ പാലങ്ങളാണ് വരുന്നത്. രണ്ട് പാലങ്ങളിലൂടെയാണ് ഇവിടെ പുതുതായിട്ട് ആറുവരി വരുന്നത് കേട്ടോ. ഈ ഭാഗത്ത് പിന്നെ കുറച്ച് മെയിൻ റോഡിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പകുതി ഭാഗം DBM ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട്. നിലവിലുള്ള ഹൈവേയിൽ കൂടെ തന്നെയാണ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വളഞ്ഞിട്ടാണ് പാത പോകുന്നത്. അപ്പോൾ ഈ പാലത്തിൻ്റെ രണ്ട് സൈഡിലും, പാലം കഴിഞ്ഞിട്ടുള്ള അപ്പുറം ഭാഗത്തും പാലം തുടങ്ങുന്ന ഈ സൈഡിലും വളഞ്ഞിട്ടാണ് പാത കടന്നു പോകുന്നത്. ഡ്രെയിനേജിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ച, ഇതുവരെ നമ്മൾ കാണാത്ത ഒരു തരത്തിലുള്ള അണ്ടർപാസ് ആണ് ഇവിടെ വരുന്നത്. നിലവിലുള്ള പാലം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പുതിയ പാലം കടന്നു വരുന്നത്. ഈ ഒരു അണ്ടർപാസ് നിലവിലുള്ള റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് അണ്ടർപാസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പഴയ പാലം അതേപോലെ തന്നെ ഉണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു അണ്ടർപാസ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഇതേപോലത്തെ ഒരു അണ്ടർപാസ് വേറെ ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾ കണ്ടിക്കണം? ഇല്ലല്ലോ. ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ കാസർഗോഡ് മുതൽ തലപ്പാടി മുതൽ ഈ ഭാഗം വരെ സഞ്ചരിച്ചപ്പോൾ ഇത്തരത്തിലുള്ളൊരു അണ്ടർപാസ് എവിടെയും നമ്മൾ കണ്ടിട്ടില്ല. അപ്പം 422 മീറ്റർ നീളമുള്ള നീണ്ടകര പാലം, കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ പാലം ഇതായിരുന്നു ഒരു കാലത്ത്. പക്ഷേ അഷ്ടമുടിക്കായലിന് കുറുകെ ദളവാപുരത്ത് ഒരു വലിയൊരു പാലം വന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പേരാണ്ട് ചരിത്രത്തിൽ നിന്ന് ഇല്ലാതായി. അപ്പം നീണ്ടകര പാലം 422 മീറ്ററാണ് നീണ്ടകര പാലത്തിൻ്റെ നീളം. അതേപോലെ പഴയ പാലത്തിൽ ഫുട്പാത്ത് ഉണ്ട് കേട്ടോ. പഴയ പാലങ്ങളിൽ ഫുട്പാത്ത് അധികം സ്ഥലത്തൊന്നും ഉണ്ടാവാറില്ല. ഒരുപാട് സ്ഥലത്ത് ഇല്ലാത്തുണ്ട്. ഇപ്പോൾ നമ്മളെ ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിന് ഒരുപാട് സ്ഥലത്ത് പഴയ പാലങ്ങളിൽ ഫുട്പാത്ത് ഉണ്ടാവാറില്ല. പക്ഷേ ഈ ഒരു കൊല്ലം ജില്ലയിലെ അഷ്ടമുടിക്കായലിന് കുറുകെയുള്ള നീണ്ടകര പാലത്തിൽ ഫുട്പാത്ത് ഉണ്ട്. അപ്പം നിലവിലുള്ള പാലത്തിൻ്റെ രണ്ട് സൈഡിലും കൂടി ആയിട്ടാണ് പുതിയ പാത കടന്നു വരുന്നത്. അപ്പം നല്ല വേഗത്തിലാണ് ഇവിടുത്തെ പണികൾ നടത്തിയിട്ടുള്ളത്. അതായത് കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം ഒരു 8 മാസം മുമ്പറ്റ നമ്മൾ ഇവിടുത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കൊല്ലം ജില്ലയിലെ വീഡിയോ നമ്മൾ മുമ്പ് ഒരു കൊല്ലം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, ഒരു കൊല്ലം മുമ്പ് നമ്മൾ ഇവിടുത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഇവിടെ പെയിലിംഗ് പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അഷ്ടമുടിക്കായലും അറബിക്കടലും ചേരുന്നൊരു ഭാഗമായതുകൊണ്ട് ഏത് സമയത്തും നല്ല രീതിയിൽ വെള്ളമുണ്ടാകും. അപ്പോൾ ഈ ഭാഗത്തൊക്കെ പെയിലിംഗ് നടത്തൽ നല്ല ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു. ഏതായാലും വിശ്വസമുദ്ര കമ്പനി ഈ ഭാഗത്ത് നല്ല വേഗത്തിൽ പണികൾ നടത്തിയിട്ടുണ്ട്. ഏതായാലും പെയിലിംഗ് പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിയറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നടുഭാഗത്തുള്ള ആ സൈഡിലും ഈ സൈഡിലുള്ള 2 പിയറിൻ്റെ പണികൾ മാത്രമാണ് ബാക്കി. അതേപോലെ പിയർ ക്യാപ്പിൻ്റെ പണികൾ കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ ഏത് സമയത്തും നല്ല രീതിയിൽ വെള്ളമുള്ള ഈ ഭാഗത്ത് പെയിലിംഗ് നടത്തൽ നല്ല ബുദ്ധിമുട്ടാണ്. അതും നല്ല ആഴത്തിലുള്ള പെയിലിംഗ് ആണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. പിന്നെ സ്പാനിന് അധികം ലെങ്ത് ഒന്നുമില്ല കേട്ടോ, വളരെ അടുത്താണ് സ്പാൻ ഉള്ളത്. ഏകദേശം 20 മീറ്റർ, 18 മുതൽ 20 മീറ്റർ വരെയാണ് ഓരോ സ്പാനിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ്. 18 മുതൽ 20 മീറ്റർ നീളമുള്ള ഗർഡറുകളായിരിക്കും ഈ ഒരു പാലത്തിൽ ഉപയോഗിക്കുക. 1972 നിലവിലുള്ള നീണ്ടകര പാലത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. മറ്റുള്ള ഭാഗത്തെ പണികൾ വെച്ച് നോക്കുമ്പോൾ ഈ പാലത്തിൻ്റെ പണികൾ നല്ല വേഗത്തിലാണ് നടന്നിട്ടുള്ളത്. ഏതായാലും വിശ്വസമുദ്ര ഒന്ന് വേർത്തിട്ടുണ്ട്. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമുള്ള സ്ഥലമാണ് ഈ ഒരു അഷ്ടമുടിക്കായലും അറബിക്കടലും ചേരുന്ന ഒരു അഴിമുഖമാണ്. അപ്പോൾ അഴിമുഖത്തിൽ ഏത് സമയത്ത് നല്ല രീതിയിൽ വെള്ളം ഉണ്ടാകും, അതൊന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണ് ഇവിടുത്തെ പണികൾ തീർത്തിട്ടുള്ളത്. ഒരു വർഷം മുമ്പ് ഇവിടുത്തെ വീഡിയോ ചെയ്തപ്പോൾ കാണിച്ചിരുന്നു കോൺക്രീറ്റ് മിക്സിംഗ് വണ്ടി, അതേപോലെ ബൂം മെഷീൻ, ഇതൊക്കെ ജങ്കാറിൽ കയറ്റിയിട്ടാണ് പെയിലിംഗ് പരിപാടികളും പൈൽ ടോപ്പ് നിർമ്മിക്കുന്ന പണികളൊക്കെ തീർത്തിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് പിയറിൻ്റെ പണികളൊക്കെ തീർത്തിട്ടുള്ളത് കേട്ടോ.
അല്ലാതെ ഈ പാലത്തിന് കുറുകെ മണ്ണിട്ട് നികത്തിയിട്ട് അങ്ങനെ ലോറിയൊക്കെ അങ്ങനെ കൊണ്ടുപോയി അല്ലെങ്കിൽ പാലത്തിൻ്റെ മുകളിൽ നിന്ന് ബൂം മെഷീൻ ഉപയോഗിച്ചിട്ട് നിർമ്മിക്കുക അങ്ങനത്തെ പരിപാടി ഒന്നല്ല ഇവിടെ നടന്നിട്ടുള്ളത്. ജങ്കാറിൽ ബൂം മെഷീൻ, കോൺക്രീറ്റ് മിക്സിംഗ് യൂണിറ്റ് വണ്ടികളൊക്കെ കയറ്റിയിട്ടാണ് ഇവിടുത്തെ പണികൾ തീർത്തിട്ടുള്ളത്. അപ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണ് പണികൾ തീർത്തത് എന്ന് ആലോചിക്കുക. കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ പാലത്തിലൊക്കെ നിലവിലുള്ള പാലത്തിൽ കോൺക്രീറ്റ് മിക്സിംഗ് യൂണിറ്റ് വണ്ടി നിർത്തി ബൂം മെഷീൻ ഉപയോഗിച്ചിട്ടാണ് പെയിലിംഗ് പരിപാടികളൊക്കെ നടന്നിട്ടുള്ളത്. അസ്തമയ സൂര്യൻ വെള്ളം കുടിക്കാൻ കടലിലോട്ട് പോകുന്ന സമയമായിട്ടുണ്ട്. പണ്ടൊക്കെ പറയാറുണ്ട് സൂര്യൻ കടലിലോട്ട് വെള്ളം കുടിക്കാൻ പോയിന്ന്. അപ്പോൾ അസ്തമയ സൂര്യൻ്റെ സമയമാണ് സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വൈകുന്നേരം 6 മണി കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്ത് വീടെടുത്തപ്പോൾ. അപ്പോൾ കൊല്ലം ബൈപ്പാസിൻ്റെ പകുതി ഭാഗം, കുറച്ച് ഭാഗം വൈകുന്നേരവും പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ക്ലാരിറ്റി കമ്മിയുള്ളതായിട്ടൊക്കെ അനുഭവപ്പെട്ടേക്കാം. കാരണം അതിരാവിലെ ആയതുകൊണ്ട് സൂര്യനും ക്യാമറയും നേർക്ക് നേർ നോക്കുന്നൊരു ദിശയായിരുന്നു. എനിക്കറിയില്ല ഇനി സൂര്യനും ക്യാമറയും നേർക്ക് നേർ നോക്കുന്നൊരു ഭാഗമാണെന്ന്. അപ്പോൾ ഏതായാലും നമ്മൾ പാലൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഒരു റീച്ചിൻ്റെ അവസാന ഭാഗത്തിൽ വിശ്വസമുദ്രയുടെ റീച്ച് അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ പകുതി ഭാഗത്തെ മെയിൻ റോഡിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. നിലവിലുള്ള ഹൈവേയിൽ കൂടെ തന്നെയാണ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. നിലവിലുള്ള റോഡിൻ്റെ ഇടതുവശം കുറച്ച് ഭാഗം ഒഴിഞ്ഞു കിടന്നതുകൊണ്ട് ആ ഭാഗത്തെ പണികളൊക്കെ പെട്ടെന്ന് തീർക്കാൻ പറ്റി. അതേപോലെ സർവീസ് റോഡിൻ്റെ പണികൾ തീർക്കാൻ പറ്റി, ഡ്രെയിനേജിൻ്റെ പണികളും തീർക്കാൻ പറ്റി. പക്ഷേ വലതുവശം നോക്കുമ്പോൾ പോസ്റ്റ് മാറ്റി വെക്കുന്ന പണികൾ പോലും കഴിഞ്ഞിട്ടില്ല. അതേപോലെ ഡ്രെയിനേജിൻ്റെ പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഭാഗത്ത് വെച്ചിട്ടാണ് വിശ്വസമുദ്രയുടെ റീച്ച് അവസാനിക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് ശിവാലയുടെ റീച്ചാണ്. ഇവിടെ നിന്നാണ് കൊല്ലം ബൈപ്പാസ് ആരംഭിക്കുന്നത്. കൊല്ലം നഗരത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഒരു അണ്ടർപാസ് കൊടുത്തിട്ടുള്ളത്. ബൈപ്പാസ് തുടങ്ങുന്ന ഭാഗത്തും അവസാനിക്കുന്ന ഭാഗത്തും അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട്. 13 കിലോമീറ്ററാണ് കൊല്ലം ബൈപ്പാസിൻ്റെ നീളം. തിരക്കേറിയിട്ടുള്ള കൊല്ലം ടൗണിനെ ഒഴിവാക്കിക്കൊണ്ട് പുതുതായിട്ട് നിർമ്മിച്ച ബൈപ്പാസ്, 2 വരി ബൈപ്പാസ് കേട്ടോ, 2019 ജനുവരി 15 നമ്മുടെ പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചത്. ബൈപ്പാസിൽ ടോൾ ഉണ്ടായിരുന്നു, 2 വരിയായിട്ട്. ഒരുപാട് വലിയ പാലങ്ങളുണ്ട് ഈ ഒരു ബൈപ്പാസിൽ. ഇതുവരെ നമ്മൾ കണ്ടത് വിശ്വസമുദ്രയുടെ വിശ്വരൂപം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ശിവാലയ കമ്പനിയുടെ തനി രൂപം. ശിവാലയ തൃശ്ശൂർ ഭാഗത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു എന്ന് ഞാൻ കരുതുന്നു. ആ ഒരു ശിവാലയല്ല ഇവിടെ ഉള്ളത്. ഇവിടുത്തെ ശിവാലയ വേറെ ലെവലാണ്. കാരണം അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ളൊരു ഭാഗമാണ് ഈ ഒരു കൊല്ലം ബൈപ്പാസ്. കൊല്ലം ബൈപ്പാസിൽ 3 വലിയ പാലങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ പണികൾ നല്ല വേഗത്തിലാണ് ശിവാലയ കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അണ്ടർപാസ് കഴിഞ്ഞ ഉടനെ തന്നെ കീരിപ്പുഴ എന്ന വലിയൊരു പാലാണ്. ആ പാലത്തിലേക്കുള്ള ഗഡറുകളാണ് ഇവിടെ പ്രീകാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ടോൾ ഗേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. 2 വരി പാതയാണെങ്കിലും ടോൾ ഗേറ്റ് ഉണ്ടായിരുന്നു. ആലപ്പുഴ ബൈപ്പാസിലും ടോൾ ഗേറ്റ് ഉണ്ട്. അപ്പോൾ 1972 ഈ ഒരു ബൈപ്പാസിനെ കുറിച്ചിട്ട് ചിന്തിക്കാൻ തുടങ്ങിയത്. ഒന്ന് ആലോചിച്ച് നോക്കുകയാണ്. 1972 തുറന്നു കൊടുത്തതോ 2019 ജനുവരി മാസത്തിൽ. അപ്പോൾ ബൈപ്പാസിനെ കുറിച്ചിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. പക്ഷെ പണി തീരാൻ എത്ര പോരെ സമയമെടുത്ത് തരുമോ. ആസൂത്രണം 1972, അംഗീകാരം 1978. 6 വർഷം എടുത്തു അംഗീകാരം കിട്ടാൻ. അതായത് കൊല്ലം ബൈപ്പാസിൻ്റെ പണി നടത്താനുള്ളൊരു അംഗീകാരത്തിന് വേണ്ടിയിട്ട് 6 വർഷം കാത്തു നിന്നു. 3 ഘട്ടമായിട്ടാണ് ഇതിൻ്റെ പണികൾ തീർത്തിട്ടുള്ളത്. 1993, 1999, 2019 ഇതാണ്ട് തുറന്നു കൊടുത്തിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള അഷ്ടമുടിക്കായലിന് കുറുകെയുള്ള പാലം. അഷ്ടമുടിക്കായലിൻ്റെ ഒരുപാട് വ്യൂകളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തണമെന്ന് നല്ല ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ വെളിച്ചക്കുറവ് മൂലം ടെസ്റ്റ് കളി നിർത്തിവെച്ചു എന്നൊക്കെ പറയുന്നത് പോലെ വെളിച്ചക്കുറവ് മൂലം നമുക്കന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. പിറ്റേ ദിവസം രാവിലെ വന്നപ്പോൾ സൂര്യനും ക്യാമറയും നേർക്ക് നിറ. അപ്പോൾ അതുകൊണ്ട് എന്തായി, ഈ കീരിപ്പുഴ പാലത്തിൻ്റെ ഈ ഭാഗത്തു നിന്നാണ് വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ പെയിലിംഗ് പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നിലവിലുള്ള പാലം അത്യാവശ്യം നല്ല വീതി ഉണ്ട് കേട്ടോ, 3 വരിക്കുള്ള വീതി ഉണ്ട്. ഈ നിലവിലുള്ള പാലത്തിനോട് ചേർന്നിട്ട് തന്നെയാണ് പുതിയ പാലം വരുന്നത്. ഇവിടെ പിയർ ക്യാപ്പിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് കാവനാട് പാലം എന്ന് പറയുന്നുണ്ട് അല്ലേ. ഗൂഗിൾ ചേച്ചി പറയുന്നത് കാവനാട് പാലം എന്നാണ്. പക്ഷെ ഇവിടെ ബോർഡുള്ളത് കീരിപ്പുഴ പാലം എന്നാണ്. ഏതായാലും അത്യാവശ്യം നല്ല വലുപ്പമുള്ള പാലമാണ് ഇതും. അതേപോലെ മങ്ങാട് കടവൂർ പാലവും രണ്ടും നല്ല വലുപ്പമുള്ള പാലാട്ടോ. അപ്പോൾ പാലത്തിൻ്റെ പണികൾ തീർക്കൽ ശിവാലയ കമ്പനിക്ക് മുന്നിൽ വലിയ ടാസ്ക്കാണ്. അതും ഏത് സമയത്തും നല്ല രീതിയിൽ വെള്ളമുള്ള അഷ്ടമുടിക്കായൽ. അപ്പോൾ ഇവിടെ ഗഡർ വെക്കുന്ന പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. അതിന് മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട്.
4 സ്പാനിടയിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. പച്ച കമ്പി ഉപയോഗിച്ചിട്ടാണ്, അതായത് എപ്പോക്സി കോട്ടിങ്ങുള്ള കമ്പി ഉപയോഗിച്ചിട്ടാണ് ഇവിടത്തെയും കോൺക്രീറ്റ് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കടലിനോട് ചേർന്ന ഭാഗമായത് കൊണ്ട് കമ്പി പെട്ടെന്ന് തുരുമ്പെടുത്ത് നശിക്കാതിരിക്കാനാണ് എപ്പോക്സി കോട്ടിങ്ങുള്ള കമ്പി ഉപയോഗിക്കുന്നത്. അതിലൊരു കമ്പനി മാത്രമാണ് എപ്പോക്സി കോട്ടിങ്ങുള്ള കമ്പി ഉപയോഗിക്കാത്തത്. അത് ഏത് കമ്പനിയാണെന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഈ പാലത്തിൽ ഈ ക്രെയിനും മറ്റും ഗഡർ ഇൻസ്റ്റാളേഷനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ട്, അതേപോലെ കോൺക്രീറ്റ് മിക്സിംഗ് യൂണിറ്റ് വണ്ടികൾക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് സമാന്തരമായി ചെറിയൊരു ഇരുമ്പ് പാലം നിർമ്മിച്ചിട്ടുണ്ട്. മറ്റുള്ള ഭാഗത്തെ പാലം പണിയിൽ കാണുന്നത് പോലെ ഗഡർ ഇൻസ്റ്റാളേഷൻ്റെ സമയത്ത് ഇപ്പോൾ ക്രെയിനൊക്കെ നിർത്താൻ വേണ്ടിയിട്ട് ആ ഭാഗം മണ്ണിട്ട് ഒരു റോഡ് പോലെ ഉണ്ടാക്കാറുണ്ട്, മണ്ണിട്ട് നികത്തിയിട്ട്. അങ്ങനത്തെ കാഴ്ചകളൊന്നും ഇവിടെ കാണുന്നില്ല. ഒരു ഇരുമ്പ് പാലമാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് 2 സൈഡിലും. അപ്പോൾ ആ ക്രെയിൻ കണ്ടങ്ങൾ, ആ ക്രെയിൻ നിൽക്കുന്നതൊക്കെ ഇരുമ്പ് പാലത്തിലാട്ടോ. അതേപോലെ ഈ സൈഡിലും തുടക്കത്തിൽ ഇരുമ്പ് പാലം നിർമ്മിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കാഴ്ച നമ്മൾ വേറെ എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ ക്രെയിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു പാലമാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. അല്ലാതെ മണ്ണ് കൊണ്ടുവന്ന് നികത്തിയിട്ടല്ല ഇവിടെ ക്രെയിനിന് പോകാൻ വേണ്ടിയിട്ട് വഴിയൊരുക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ക്രെയിൻ നിൽക്കണുണ്ട് ഞങ്ങൾ ആ ഒരു പാലത്തിൻ്റെ, ഇരുമ്പ് പാലത്തിൻ്റെ മുകളിലാണ്. അങ്ങനെ നമ്മൾ കീരിപ്പുഴ പാലം കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് പണിയുടെ പൊടിപ്പൂരം. നമ്മൾ തൃശ്ശൂർ ഭാഗത്ത് കണ്ട ശിവാലയല്ല ഇവിടെ. ശിവാലയുടെ കോലം മാറി. 2019 ഈ ഒരു ബൈപ്പാസ് തുറന്നു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, അധികം സ്ഥലം ഏറ്റെടുക്കേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഏതായാലും നിലവിലുള്ള റോഡ് മാന്തി പൊളിച്ചിട്ട് പുതുതായിട്ട് നിർമ്മിച്ച ഭാഗത്ത് കൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ ഇവിടെ പോകുന്നത്. 2 സൈഡിലും ക്രാഷ് ബാരിയറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്, സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്താണ് ടോൾ ഗേറ്റ് ഉണ്ടായിരുന്നത്. ടോൾ ഗേറ്റൊക്കെ എടുത്ത് പൂട്ടി വെച്ച് പോയിട്ടുണ്ട്, ആ സൈഡിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ 2 വരി പാതയിലും ടോൾ ഗേറ്റ് ഉണ്ടായിരുന്നു. ആദ്യത്തെ ബൈപ്പാസ്, അതായത് 2019 തുറന്നു കൊടുത്തു എന്ന് പറഞ്ഞല്ലോ, അത് സംയുക്തമായിട്ട് നിർമ്മിച്ചൊരു ബൈപ്പാസ് ആയിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് സംയുക്തമായിട്ട് ഒരു സ്ഥലത്തും നാഷണൽ ഹൈവേ അതോറിറ്റി പാത നിർമ്മിക്കില്ല. നാഷണൽ ഹൈവേ അതോറിറ്റി ഇനി പാത നിർമ്മിക്കുന്നതൊക്കെ സ്വയം ചെലവിലായിരിക്കും. ഇതൊക്കെ ആദ്യത്തെ കാര്യം കേട്ടോ. അതായത് 1978 ഈ ഒരു പാത നിർമ്മിക്കാനുള്ള അംഗീകാരം വന്നത്. അന്നത്തെ കാലത്തെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ല നിങ്ങൾ, അതിരാവിലെ കുത്തുന്ന വെയിലാണ്. കുത്തുന്ന വെയിൽ ഈ റോട്ടിലേക്ക് അടിച്ചിട്ട് അതിൻ്റെ റിഫ്ലക്ഷനാണ് ഈ ഒരു കളറിന് വേറെ എന്തൊക്കെയോ പോലെ തോന്നുന്നുണ്ട്. പക്ഷേ നേരെ ഓപ്പോസിറ്റിൽ പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. നമ്മൾ ഈ ഒരു വൈക്കാണ് പോകുന്നത്. അപ്പോൾ ഓപ്പോസിറ്റിലൊക്കെ ക്യാമറ പിടിച്ച് ഒരുപാട് സമയം നമ്മൾ നഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ ഇവിടെ നിന്ന് വീഡിയോ എടുത്തുകൊണ്ട് തിരിച്ചെനിക്ക് നാട്ടിൽ എത്തണം. പിന്നെ അതേപോലെ 2 ദിവസം കഴിഞ്ഞാൽ ഇങ്ങോട്ട് തന്നെ വരണം. ഒരു ദിവസം ഞാൻ ഇവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് വരുമ്പോൾ ഒന്നാമത് നമുക്ക് ഒരുപാട് ദൂരമുണ്ട് ഈ ഭാഗത്ത്. പിന്നെ ഈ സ്ഥലപ്പേരുകളെ പറ്റി, ഇവിടുത്തെ കാര്യങ്ങളെ പറ്റിയൊന്നും നമുക്ക് വല്ലാതെ ഐഡിയ ഇല്ല. അപ്പോൾ ഏതായാലും ഈ ഭാഗത്ത് നിലവിലുള്ള റോഡിൽ കൂടെ തന്നെയാണ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. പക്ഷേ ഇവിടെയൊക്കെ ഒരുപാട് സ്ഥലത്ത് മണ്ണ് കൊണ്ടുവന്ന് തട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നുണ്ട് കൊല്ലം ജില്ലയിലോട്ട് കടന്നത്. കൊല്ലം ജില്ലയിലെ ഇപ്പോൾ നമ്മൾ ആ നീണ്ടകര പാലം കഴിഞ്ഞതിന് ശേഷം മണ്ണ് കിട്ടുന്നത് ഇവർക്ക് വല്ലാതെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തോന്നുന്നു. കാരണം ഒരുപാട് സ്ഥലത്ത് മണ്ണ് കൊണ്ടുവന്ന് തട്ടിയിട്ടുണ്ട്. അതും ചെമ്മണ്ണാണ് കൊണ്ടുവന്ന് തട്ടിയിട്ടുള്ളത്. നമ്മളെ മലബാർ ഏരിയയിലൊക്കെ കാണുന്ന പോലത്തെ ചെമ്മണ്ണാണ് പല സ്ഥലത്തും കൊണ്ടുവന്ന് തട്ടിയിട്ടുള്ളത്. പിന്നെ ഈ ഭാഗത്ത് മണ്ണെടുക്കുമ്പോൾ ആ മണ്ണിൻ്റെ കളറൊക്കെയാണ് ചെമ്മണ്ണാണ്. പല ഭാഗത്തും പല തരത്തിലുള്ള മണ്ണാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെയും ഒരു പാലമുണ്ട്, നീരാവിൽ പാലമാണ്. നീരാവിൽ പാലം നിലവിലുള്ള പാലത്തിനോട് ചേർന്നിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ കൊല്ലം ബൈപ്പാസിൽ മാത്രമാണ് നമുക്ക് പഴയ പാലവും പുതിയ പാലവും ഒരുമിച്ച്, അതായത് ഒരു കടകുമണി വ്യത്യാസം അങ്ങോട്ടോ ഇങ്ങോട്ടോ അല്ലാതെ, അടുത്തെത്തുമ്പോൾ ചെറിയ വ്യത്യാസം കിട്ടും. അത്രയും അടുപ്പിച്ച് പാലം നിർമ്മിച്ചത് ഈ ഭാഗത്താണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട കീരിപ്പുഴ പാലത്തിൽ കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പാലം കണ്ട് ഞങ്ങൾ രണ്ടും ഒരുമിച്ചാണ്, തൊട്ടു തൊട്ടില്ല ആ ഒരു ഗ്യാപ്പിലാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഭാഗത്ത് മണ്ണിട്ടേർത്തുന്ന പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പാലത്തിൻ്റെ ഈ സൈഡിൽ കേട്ടോ മണ്ണ് ഒരുപാട് കൊണ്ടുവന്ന് തട്ടിയിട്ടുണ്ട്. അപ്പം മണ്ണിന് ക്ഷാമമില്ലാത്തൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പണികൾ തീരുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് മൂടൽ വരുന്നുണ്ട്, ഇടയ്ക്ക് സൂര്യൻ്റെ കുത്തലുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് തിരിക്കുമ്പോൾ നോക്കിയാണ്, ഇതാണ് ക്ലിയർ. സൂര്യൻ്റെ എതിർവശത്താവുമ്പോൾ നല്ല ക്ലിയറാണ്. അപ്പോൾ ഈ പാലത്തിൻ്റെ, നീരാവിൽ പാലത്തിൻ്റെ പണികൾ നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ നേരത്തെ കണ്ട കീരിപ്പുഴ പാലം ഉണ്ടല്ലോ, കീരിപ്പുഴ പാലം ദേശീയ ജലപാത, അതിലൂടെയാണ് കടന്നു പോകുന്നത്. അങ്ങനെ പാലൊക്കെ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ NH-63 183 കൂടിച്ചേരുന്നൊരു ഭാഗമാണ്. അതായത് NH-183 NH-63 കൂടിച്ചേരുന്ന ഈ ഭാഗത്ത് ഒരു അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട്, NH-183.
ചെറിയൊരു നാഷണൽ ഹൈവേ കേട്ടോ. അപ്പോൾ ആ ഒരു അണ്ടർപാസിൻ്റെ ഭാഗം കഴിഞ്ഞതിന് ശേഷം പിന്നെ നല്ല വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഇവിടെ ഈ സൈഡിൽ വലതുവശത്ത് ഒരു ഉത്സവമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അന്ന് എന്തൊക്കെ വരവ് വരിക എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. ആ വരവിൻ്റെ കാഴ്ചകളൊന്നും അന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വീണ്ടും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെയൊക്കെ പിന്നെ പാത സ്ട്രെയിറ്റ് ആട്ടോ. നിലവിലുള്ള പാത സ്ട്രെയിറ്റ് ആണ്. ഇതേപോലെ തന്നെയാണ് കോഴിക്കോട് ബൈപ്പാസും. പക്ഷേ കോഴിക്കോട് ബൈപ്പാസിലും സ്ഥലം അധികം ഏറ്റെടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. പണികൾ വളരെ ലേഗാണ്. പക്ഷെ അതുപോലെയല്ല കൊല്ലം ബൈപ്പാസിൽ ശിവാലയ കമ്പനി നല്ല വേഗത്തിലാണ് പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ മണ്ണ് കിട്ടുന്നൊരു ഭാഗമാണ് ഈ ഒരു സ്ഥലം എന്ന് തോന്നുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു ബൈപ്പാസിൽ ഗാൻട്രി ക്രെയിൻ ഉപയോഗിച്ചിട്ട് ഗഡർ ലിഫ്റ്റ് ചെയ്യുന്ന കാഴ്ചകളാണ്. ഗഡർ ലിഫ്റ്റ് ചെയ്യുന്ന കാഴ്ചകളല്ല, ഗാൻട്രി ക്രെയിൻ ഉപയോഗിച്ചിട്ട് പാലത്തിൻ്റെ പണികൾ നടക്കുന്നൊരു ഭാഗമാണ്. ഗാൻട്രി ക്രെയിൻ ഉപയോഗിച്ചിട്ട് ഗഡർ ലിഫ്റ്റ് ചെയ്യുന്നതൊക്കെ മുമ്പ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം ഭാഗത്ത് ഊരാളുങ്കൽ കമ്പനിയാണ് ഗാൻട്രി ക്രെയിൻ ഉപയോഗിച്ചിട്ട് ആദ്യമായിട്ട് ഗഡർ ഇൻസ്റ്റാൾ ചെയ്തത്. NH66 ഇപ്പം നടക്കുന്ന പണിയിൽ കേട്ടോ. ഒരുപാട് സ്ഥലത്ത് ഇപ്പോൾ മാഹി ബൈപ്പാസിലൊക്കെ ഗാൻട്രി ക്രെയിൻ ഉപയോഗിച്ചിട്ട് ഗഡർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ബൈപ്പാസിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള പാലം, മങ്ങാട് കടവൂർ പാലം. അപ്പോൾ നിലവിലുള്ള പാലത്തിൻ്റെ വലതുവശം ചേർന്നിട്ടാണ് പുതിയ പാലം വരുന്നത്. ഒരുപാട് പിയറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി 2-3 പിയറിൻ്റെ പണികൾ മാത്രമാണ് തീരാൻ ബാക്കി. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ വന്നപ്പോൾ പെയിലിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതും ഈ നടുഭാഗത്തൊന്നും പെയിലിങ്ങിൻ്റെ പണി തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പം നല്ല വേഗത്തിലാണ് ഇവിടുത്തെ പണികൾ തീർത്തിട്ടുള്ളത്. നിലവിലുള്ള പാലം നല്ല വീതിയുണ്ട് കേട്ടോ. സുഖമായിട്ട് 3 വാഹനങ്ങൾക്കല്ല 4 വാഹനങ്ങൾക്ക് വരെ പോകാൻ പറ്റും. അപ്പോൾ നിലവിലുള്ള പാലം നിർമ്മിച്ചപ്പോൾ തന്നെ നല്ല വീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഗാൻട്രി ക്രെയിൻ ഉപയോഗിച്ചിട്ട് ഗഡർ ഇൻസ്റ്റാളേഷൻ നടക്കുകയാണ് ഈ മങ്ങാട് കടവൂർ പാലത്തിൽ. നീണ്ടകര പാലം പോലെയല്ല, സ്പാനുകൾക്കിടയിൽ നല്ല ലെങ്ത് ഉണ്ട്. അത്യാവശ്യം നമുക്ക് തോന്നുന്നു 35 മീറ്ററോളം ഗ്യാപ്പ് ഉണ്ട് ഓരോ സ്പാനുകൾക്കിടയിലും. ഏതായാലും ഗാൻട്രി ക്രെയിൻ ഉപയോഗിച്ചിട്ട് 2 സ്പാനിനിടയിൽ ഗഡർ പൊക്കി വെക്കുന്ന പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. 6 ഗഡറാണ് ഒരു സ്പാനിനിടയിൽ വെക്കുന്നത്. ഏതായാലും ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം നല്ല വേഗത്തിൽ നിന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയാൻ ശിവാലയ കമ്പനി ഒരു അവസരം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. കടവൂർ മങ്ങാട് പാലം വരെയുള്ള കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഏതായാലും വീഡിയോ ഇവിടെ വെച്ച് സമാപനം കുറിക്കുകയാണ്. അപ്പോൾ കൊല്ലം ബൈപ്പാസിൻ്റെ ബാക്കി കാഴ്ചകളും കുറച്ചപ്പുറം ബൈപ്പാസ് കഴിഞ്ഞിട്ടുള്ള കാഴ്ചകളൊക്കെയുമായിട്ട് നാളെ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ച് കണ്ട് പേക്കോളി. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ കണ്ട് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പേക്കോളി കേട്ടോ. പിന്നെ വീഡിയോയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ കൊല്ലം ബൈപ്പാസിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഇന്ന് കണ്ടത്. ഫുള്ളായിട്ട് കണ്ടിട്ടില്ല, ബാക്കി നാളെ അപ്ലോഡ് ചെയ്യാം. തൊള്ളിയിലെ വള്ളം പറ്റി. അപ്പോൾ ഏതായാലും താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു അഗെയിൻ. ബൈ.